നമസ്കാരം. യുവർ മണിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് KV ഷംസുദ്ദീൻ സാറാണ്. ബർജിൽ ജിയോജിത്തിൻ്റെ ഫൗണ്ടർ ഡയറക്ടറാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ സംശയങ്ങൾക്കും അതുപോലെ തന്നെ എങ്ങനെയാണ് വിപണി പോകുന്നതിനെ കുറിച്ചും വിശദീകരിക്കും. നമസ്കാരം സാർ. നമസ്കാരം. എങ്ങനെയാണ് ഇന്നത്തെ വിപണി, ആഗോള വിപണിയിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് കാണുന്നത്? മാർക്കറ്റ് 81,912 121 പോയിൻ്റ് ഉയർന്നു. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പാണ് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പലർക്കും വളരെയധികം ആശങ്ക ഉണ്ടായിരുന്നു. ആ സമയത്ത് മാർക്കറ്റ് ഉയരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് 81,000-ൽ കൂടുതലായി എന്നുള്ള കാഴ്ചയാണ്. മാർക്കറ്റ് ഇനിയും ഒരു പക്ഷേ ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പലരും പ്രവചിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഈ സന്ദർഭത്തിൽ ഞാൻ അതിൻ്റെ മുമ്പത്തെ ആഴ്ച ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എപ്പോഴും നമുക്ക് അവസരങ്ങളാണ് ഉള്ളത്. രണ്ട് കാര്യം, ഒരേ സമയത്ത് വാങ്ങിക്കാനുള്ള അവസരവും നമുക്ക് കാണാൻ സാധിക്കും, വിൽക്കാനുള്ള അവസരവും കാണാൻ സാധിക്കും. അത് പലരും അത് പ്രാവർത്തികമാക്കിയിരുന്നു എന്നുള്ളത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നല്ലൊരു ഉയർച്ച മാർക്കറ്റിൽ ഉണ്ടായതിൻ്റെ ഫലവും ആളുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താണ് അവസരങ്ങൾ എന്ന് അന്വേഷിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. അപ്പോഴാണ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ലാഭം കൊയ്യാനുള്ള അവസരങ്ങൾ ലഭ്യമാകും. അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ 10-18 വർഷത്തോളമായി ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അതുകൊണ്ട് ഫലം സിദ്ധിച്ചിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് മറ്റുള്ള പ്രേക്ഷകർക്ക് വളരെ സഹായകമായി തീരും എന്നുള്ള യാതൊരു സംശയവുമില്ല. ഈയിടെ 2-3 ആളുകൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചതിൻ്റെ ഫലമായി ആ പർട്ടിക്കുലർ ദിവസത്തെ പ്രോഗ്രാം ഫേസ്ബുക്കിലാവട്ടെ അതുപോലെ തന്നെ മറ്റു സോഷ്യൽ മീഡിയയിലാവട്ടെ ധാരാളം ആളുകൾ കാണുകയും അതിൻ്റെ ഫലമായി ധാരാളം കോളുകൾ കിട്ടുകയും ചെയ്തു. പലരും വളരെയധികം സംതൃപ്തിയോടും സന്തോഷത്തോടു കൂടിയും അതുപോലെ ആത്മസംതൃപ്തിയോടും കൂടിയിട്ടാണ് വിളിച്ചത്. അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയേണ്ടത് എന്ത് പ്രതിമാസ വരുമാനം എടുക്കാൻ സാധിക്കുമെന്നാണ്. പ്രത്യേകിച്ച് അത് എങ്ങനെ സാധിക്കുമെന്നുള്ളതെല്ലാം വിശദീകരിച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും വളരെയധികം ഒരു സമാധാനം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എല്ലാവർക്കും ആശങ്കയാണല്ലോ, നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ജീവിക്കാനുള്ള വരുമാന മാർഗം താങ്കൾ നടത്തിയ നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക ഉള്ളവരാണ് പലരും. പക്ഷേ അത് എപ്പോഴും നമ്മൾ നിക്ഷേപിക്കുവാൻ വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്നത് നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാന മാർഗം ലഭിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുവാനാണ്. അപ്പോൾ പല ആളുകളും വളരെ വളരെ സന്തോഷത്തിലാണ്. അവർ എത്ര ഉണ്ടായി, അതിൽ നിന്ന് എന്ത് ലഭിക്കും എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് രാവിലെ 50 വയസ്സായിട്ടുള്ള ലേഡിയും ഹസ്ബൻഡാണെങ്കിൽ 54 വയസ്സായ വ്യക്തിയുമാണ്. അവരുടെ ഫാമിലിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ കാലം, ഏകദേശം 30 വർഷത്തിൽ കൂടുതൽ ഇവിടെ ജീവിച്ചിട്ട് അവർക്ക് പറയാനുണ്ടായിരുന്നത് തിരിച്ചു പോയാൽ വരുമാന മാർഗം ഇല്ല. 54 വയസ്സായതുകൊണ്ട് ഇനി 6 വർഷം ഇവിടെ നിൽക്കാൻ സാധിക്കും. രണ്ടുപേരും ചില ജോലികൾ ചെയ്യുന്ന വ്യക്തികളാണ്. പക്ഷേ അവർ 2 പേർക്കും ഇത്രയും കാലമായിട്ട് ഒന്നും തന്നെ സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അതിന് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അവർ ബിസിനസ്സിൽ ഇറങ്ങിയിരുന്നു. ആ ബിസിനസ്സിൽ അവർക്ക് ചില പാളിച്ചകൾ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അവർ അതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അവരുടെ സമ്പാദ്യമെല്ലാം ആ ബിസിനസ്സിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു എന്നുള്ള ദുഃഖകരമായ പരമാർത്ഥമാണ് അവർ പങ്കുവച്ചത്.
അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, രണ്ടുപേരും ഇപ്പോഴും ജോലി ചെയ്യുന്നവരായതുകൊണ്ട് ഏകദേശം 25,000 ഉറുപ്പ്യെങ്കിലും അവർക്ക് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിക്ഷേപം പ്രതിമാസ SIP ചെയ്യാൻ സാധിക്കുമെന്ന് അവർ എന്നോട് അഭിപ്രായപ്പെട്ടു. എങ്കിൽ അവർ ഒരു 6 വർഷവും അതുപോലെ എക്സ്റ്റൻഷൻ കിട്ടുകയാണെങ്കിൽ ഒരു 3-4 വർഷം കൂടെ കിട്ടുകയാണെങ്കിൽ 10 വർഷം ഇവിടെ നിൽക്കുവാനുള്ളൊരു ചാൻസ് കിട്ടും. അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോഴും വൈകിട്ടില്ല. കാരണം പറ്റാവുന്ന സംഖ്യ ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഒരു 64-65 വയസ്സുള്ളപ്പോൾ തിരിച്ചു പോവുകയാണെങ്കിൽ ജീവിക്കാനുള്ളൊരു വരുമാനം അതിൽ നിന്ന് ലഭിക്കും എന്നുള്ള ആത്മധൈര്യം അവർക്ക് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ പ്രേക്ഷകരിൽ ഉണ്ടാവും. നമുക്കൊരു കോളറുണ്ട്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ 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 കോൾ ബ്രേക്ക് ആയെന്ന് തോന്നുന്നു സാർ. ഓക്കെ, ആൾ ഒന്നുകൂടെ ട്രൈ ചെയ്യുക, ഞങ്ങളുടെ നമ്പറിൽ വിളിക്കുക, നമുക്ക് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാമെല്ലാം കേട്ടതിൻ്റെ ഫലമായി തുടർച്ചയായി നിക്ഷേപം നടത്തിയവർക്ക് ഉള്ള ഒരു സമാധാനം വളരെ വലുതാണെന്ന് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ഈ പ്രോഗ്രാമിൽ വന്ന് അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ എത്രയോ ആളുകൾ പുതുതായി കേൾക്കുന്നവരുണ്ട് ഈ പ്രോഗ്രാം. അവർക്ക് അതിൽ നിന്ന് ഒരു ഇൻസ്പിരേഷൻ ഉണ്ടാകും. താങ്കളും ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾക്കും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇത്തരം കോളുകളിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ പ്രോഗ്രാമിൻ്റെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിക്കുക. ആ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിക്ഷേപ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതിൽ ജോയിൻ ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം നമുക്ക് കാണാം. അതെല്ലാം നമുക്ക് പരിഹരിക്കപ്പെടാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ചിലർക്ക് ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഓഫീസിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില ഡോക്യുമെൻ്റ് പ്രിപ്പറേഷൻ നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആളുകളുടെ ഭാര്യ നാട്ടിലാണെങ്കിൽ, നാട്ടിൽ അവർക്ക് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വീട്ടിൽ തന്നെ വന്ന് വേണ്ട ഡോക്യുമെൻ്റുകളെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഇവിടെയുള്ള ഭർത്താക്കന്മാർക്ക് അവർക്ക് പ്രതിമാസം മാറ്റിവെക്കാൻ സാധിക്കുന്ന സംഖ്യ ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുക്കുകയും അങ്ങനെ ഭാര്യയുടെ പേരിൽ നിക്ഷേപം നടത്തുകയും ചെയ്യാൻ സാധിക്കും. അതിൽ വേണമെങ്കിൽ നോമിനിയായിട്ട് ഭർത്താവിന് ജോയിൻ ചെയ്യുവാനും സാധിക്കും. അതൊന്നും തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. ബുദ്ധിമുട്ട് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പിന്നോട്ട് തിരിയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇതിന് എന്തെല്ലാം ഡോക്യുമെൻറ്റുകൾ വേണമെന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഒന്നും തന്നെ നമ്മളുടെ കയ്യിൽ ഇല്ലാത്തതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാസ്പോർട്ട് ഫോട്ടോ കോപ്പി, പാൻ കാർഡ് കോപ്പി, ആധാർ കോപ്പി, നമ്മുടെ എമിറേറ്റ് ID കോപ്പി, ഈ 4 കാര്യങ്ങളും. അതുപോലെ തന്നെ നമുക്ക് NRE അക്കൗണ്ട് ഇല്ലാത്തവർ വളരെ അപൂർവമേ ഉണ്ടാവുള്ളൂ. നമുക്കില്ലെങ്കിൽ NRE അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ 3 മാസത്തെ സ്റ്റേറ്റ്മെൻറ്റ്, NRE ചെക്കിൻ്റെ ഒരു കോപ്പിയല്ല വേണ്ടത്, ഒറിജിനൽ തന്നെ. അത് ക്യാൻസൽ എന്ന് എഴുതിയിട്ടുള്ള സൈൻ ചെയ്യാത്ത ഒരു ലീഫാണ് വേണ്ടത്, ചെക്ക് ലീഫാണ് വേണ്ടത്. എന്നതുപോലെ തന്നെ നമ്മൾ ശമ്പളം വരുന്ന ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും വേണം. ഈ 3 ഫോട്ടോയും കൂടെ വേണം. ഇത്രയും കാര്യങ്ങളാണ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ ഓഹരിയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ മിക്കവാറും എല്ലാവരുടെ കയ്യിലും ഉള്ളതാണ്. ഇല്ലാത്തവരാണെങ്കിൽ നാട്ടിൽ പോയാൽ, ഹോളിഡേയ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള
അക്ഷയയിൽ സമീപിച്ച് കഴിഞ്ഞാൽ പാൻ കാർഡും ആധാർ കാർഡും എല്ലാം ലഭിക്കുന്നതാണ്. ഇത് ഇല്ലാത്തവർ വളരെ അപൂർവമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഡോക്യുമെൻറ്റുകളായി ദുബൈ, ഷാർജ, അബുദാബിയിലുള്ള ഓഫീസുമായി ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ ഇവിടെ എല്ലാം ഓഫീസുകളുണ്ട്. ആ ഓഫീസുകളിൽ നിന്നും ഇത്തരം സഹായങ്ങൾ ലഭിക്കും. ഓഫീസുകളില്ലാത്ത സ്ഥലം GCC കൺട്രീസിൽ ഖത്തറും ബഹ്റൈൻ, സൗദി അറേബ്യൻ മാത്രമാണ്. അവിടെയുള്ള ആളുകൾക്കും വേണമെങ്കിൽ ഇത്തരം ഡോക്യുമെൻറ്റുകൾ അയച്ചു തരാനും ഇതിനും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവരുടെ ഭാര്യ നാട്ടിലാണെങ്കിൽ ഭാര്യയുടെ പേരിൽ നിക്ഷേപം നടത്തുവാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം സാധിക്കാത്ത കാര്യങ്ങളല്ല. നമ്മളെല്ലാവരും പരിശ്രമിച്ചാൽ ഇതെല്ലാം സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. സാധാരണ SIP ചെയ്തു കഴിഞ്ഞാൽ എത്രമാത്രം ബെനിഫിറ്റ് കിട്ടുന്നു എന്നൊരു ഏകദേശ രൂപം കിട്ടുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ SIP ചെയ്തവരുടെ അനുഭവം വെച്ചുകൊണ്ട് എനിക്ക് പറയാം. അത് ഒരു ഗ്യാരൻറ്റീഡ് റിട്ടേൺ ആയിട്ട് ആരും കണക്കാക്കരുത്. കഴിഞ്ഞ കാലങ്ങൾ അനുഭവം പങ്കുവെക്കുന്നു മാത്രം തോന്നാൻ പാടുള്ളൂ. 10 വർഷം ഒരു വ്യക്തി എല്ലാ മാസവും 10,000 ഉറുപ്പിക നല്ലൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരിക്കുക 12 ലക്ഷമാണ്. ആ 12 ലക്ഷം ഏകദേശം 25 ലക്ഷം ഉറുപ്പിക വരെ ആയിട്ടുള്ളത് കാണാം. ഒരു വ്യക്തി 20 വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, 20 വർഷം ഇവിടെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ 20 വർഷം 10,000 വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ 240 മാസം കൊണ്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരിക്കുക 24 ലക്ഷമാണ്. അത് ഏകദേശം 1 കോടി ഉറുപ്പികയിൽ കൂടുതൽ ആയിട്ടുള്ളതാണ് നമ്മൾ കാണുന്നത്. 30 വർഷം ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ 360 മാസം കൊണ്ട് അദ്ദേഹം ചെയ്തിരിക്കുക 36 ലക്ഷമാണ്. ആ 36 ലക്ഷം 3.5 കോടി ആയിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഗ്യാരൻറ്റി ആയിട്ട് പറയുന്നതായിട്ട് ആർക്കും തോന്നരുത്. കഴിഞ്ഞ 10 വർഷവും 20 വർഷവും 30 വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ അനുഭവം മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനെയുള്ള മുൻകാലങ്ങളിലുള്ള പ്രവർത്തന റിപ്പോർട്ട് ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഗ്യാരൻറ്റി ആയിട്ട് ആരും കാണരുത് എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യം. അപ്പോൾ നല്ല ഫണ്ടുകൾ തിരഞ്ഞെടുക്കുവാനും അതിൽ നിക്ഷേപം നടത്തുവാനും വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഓഫീസ് വഴി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് GCC കൺട്രീസിലെല്ലാം തന്നെ 2 സ്ഥലങ്ങൾ ഒഴികെ സൗദിയും അതുപോലെ തന്നെ ഖത്തറും ഒഴികെയുള്ള മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും ലഭ്യമാണ്. മാത്രമല്ല കേരളത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ജിയോജിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഓഫീസുകളുണ്ട്. അതുകൊണ്ട് അത്തരം ആ ഓഫീസുകൾ മുഖേനയും ഞങ്ങൾ ഇതിനു വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് എവിടെയാണ് വേണ്ട സഹായം ആവശ്യമുള്ളതെന്ന് സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ അത് ഉപദേശവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്. അതിൽ പലരും പറയുക ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ചെലവുകളുടെ ആധിക്യം കൊണ്ടാണ്, ചെലവുകൾക്കനുസൃതമായിട്ടുള്ള വരുമാനം കിട്ടാത്തത് കൊണ്ടാണ് എന്നെല്ലാം ആണ്. പക്ഷേ യഥാർത്ഥത്തിൽ ചെലവ് കഴിച്ച് സമ്പാദിക്കാം എന്ന് ആര് വിചാരിക്കുന്നോ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സമ്പാദിക്കുവാൻ സാധിക്കില്ല. സമ്പാദിക്കുക എന്ന് പറയുന്നത് നിർബന്ധപൂർവം നമ്മളുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ചെലവാണ്. നമുക്ക് വേണ്ടി ആദ്യം ചെയ്യുന്ന ചെലവാണ് നമ്മൾ മാറ്റിവെക്കുന്ന സംഖ്യ എന്നായിരിക്കണം നമ്മൾ കാണേണ്ടത്. അത് നമ്മളുടെ വരുമാനത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് 20% അല്ലെങ്കിൽ 30% ആയിരിക്കണം നമ്മൾ മാറ്റി വെക്കേണ്ടത്. അത് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെലവായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്.
അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ സംഖ്യ നമ്മൾ 2 കാര്യങ്ങളാണ്. അത് സാധിക്കണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം. നമ്മുടെ ചെലവുകളെ നിയന്ത്രിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. എന്നാൽ മാത്രമേ നിർബന്ധപൂർവം ഇങ്ങനെ മാറ്റിവെക്കാൻ സാധിക്കൂ. പിന്നീട് വേണ്ടത് നമുക്ക് അത് ഏത് തരത്തിൽ ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കാൻ നമ്മുടെ ജീവിതത്തെ പറ്റി ഒരു പ്ലാനിങ്, ആസൂത്രണം ഉണ്ടായിരിക്കണം. ആ ആസൂത്രണം ഉണ്ടായാൽ മാത്രമേ ഇതിൻ്റെ ആവശ്യകത തികച്ചും ബോധ്യപ്പെടുകയുള്ളൂ. ഇപ്പോൾ അവിവാഹിതനായ ഒരാൾ ഗൾഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാനും വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോയാൽ അദ്ദേഹം വിവാഹിതനാവുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് 2-3 വർഷം കഴിയുമ്പോൾ കുഞ്ഞുണ്ടാവുന്നു. ഇങ്ങനെയെല്ലാം ഓരോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചെലവുകളുടെ ഒരു കുതിപ്പാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ ഓരോ സന്ദർഭത്തിലും നമ്മുടെ ചെലവുകൾ വർദ്ധിക്കുന്നതിന് അനുസരിച്ച് നമ്മുടെ വരുമാനവും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ മാത്രമേ നമുക്ക് ഓരോ മാസവും മാറ്റിവെക്കുന്ന സംഖ്യ നാം വിചാരിച്ചാൽ നമുക്ക് അല്പസ്വല്പം കൂട്ടുവാൻ സാധിക്കും എന്ന് ബോധ്യപ്പെടുക. അങ്ങനെ ചെയ്യുന്നവരാണ് കോടിക്കണക്കിന് ഉറുപ്പിക നമ്മുടെ ഓരോരുത്തരെ പോലെ ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ട് ഇത്തരം നിക്ഷേപങ്ങൾ വഴി സമ്പാദിക്കുവാനും നിക്ഷേപത്തിൽ നിന്ന് ഫലം ലഭിക്കുവാനും സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ആയിത്തീരുവാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെലവ് കഴിച്ച് മാറ്റിവെക്കുക എന്നുള്ള ആ ചിന്ത ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിർവചനം, ചെലവ് കഴിച്ച് ബാക്കി വരുന്നതാണ് സമ്പാദ്യം എന്നുള്ള സാധാരണ ആളുകൾ പറയുന്ന നിർവചനം, അത് നമ്മൾ മാറ്റി എടുക്കേണ്ടതുണ്ട്. അതിന് പകരം ഞാൻ എൻ്റെ ഭാവിക്ക് വേണ്ടി ആദ്യം നടത്തുന്ന ചെലവാണ് സമ്പാദ്യമെന്നുള്ള ഒരു വീക്ഷണമാണ് നമുക്കുണ്ടാവുന്നത്. ആ വീക്ഷണം നമുക്കുണ്ടെങ്കിൽ ഓരോ പ്രവാസിക്കും ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി എല്ലാ മാസവും ചെലവ് ചെയ്യുന്നതിന് മുമ്പ് മാറ്റിവെക്കുവാൻ സാധിക്കും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു ധാരണ കൂടെ നമുക്കുണ്ടായിരിക്കണം. നമ്മൾ മാറ്റിവെച്ച് അവശേഷിക്കുന്നതാണ് എൻ്റെ ശമ്പളം, എൻ്റെ പ്രതിമാസ വരുമാനം എന്നുള്ള ധാരണ നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഓരോ മാസവും ആ സംഖ്യ മാറ്റിവെക്കുവാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ചെലവ് കഴിച്ച് ബാക്കി വരട്ടെ എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നാൽ ഒരാൾക്കും തന്നെ സമ്പാദിക്കുവാൻ സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ധാരാളം ആളുകൾക്ക് നല്ല അനുഭവങ്ങളും നല്ല സമ്പാദ്യവും അതിന് നല്ല നേട്ടവും കൊയ്യുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തവരെല്ലാം ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മാത്രം ചെയ്യാൻ ഒരുങ്ങിയവരാണ്. അല്ലാതെ എൻ്റെ ചിലവുകളെല്ലാം കഴിച്ച് ബാക്കി വരട്ടെ എന്ന് കാത്തിരുന്നവരല്ല. അതിനു മുമ്പ് തന്നെ നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്. ഹലോ 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 കേൾക്കാമോ? ഹലോ, എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. ഓക്കെ, എന്താണ് അറിയേണ്ടത്? ഗുഡ് ആഫ്റ്റർനൂൺ സാർ. എനിക്ക് ഒരു ജിയോജിത്തിന്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ചോദിക്കാനായിരുന്നു. എന്താണ് സാർ, ഇപ്പൊ ഒരു 2 lakh ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏത് ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല കമ്പനി ഏതാ, ഏറ്റവും ബെനിഫിറ്റ് കിട്ടുന്ന ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് ചോദിക്കുന്നത് മ്യൂച്വൽ ഫണ്ടാണോ സ്റ്റോക്കാണോ? സ്റ്റോക്ക് അങ്ങനെ അങ്ങ് പറയല് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. അതേസമയത്ത് ഓഫീസിൽ വരികയോ ഓഫീസിൽ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ഫ്യൂച്ചറിൽ സാധ്യതയുള്ള ഏതെല്ലാം കമ്പനികളുണ്ടെന്നുള്ള ഒരു ഇൻഡിക്കേഷൻ നമ്മുടെ ഓഫീസിൽ നിന്ന് നൽകും. കാരണം അത് നൽകുന്നത് ബ്ലൈൻഡായിട്ട് ചെയ്യുന്നതല്ല. ജിയോജിത്ത് എന്ന് പറയുന്ന പ്രമുഖ സ്ഥാപനം നൽകുന്ന റിസർച്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാസ്മിന് അങ്ങനെയുള്ള ഒരു അഡ്വൈസ് ലഭിക്കുക. അപ്പോൾ അങ്ങനെ ചങ്ങനാശ്ശേരിയിലാണ്, നാട്ടിലെ ചങ്ങനാശ്ശേരി ജിയോജിത്തിന്റെ ഓഫീസിൽ അത് തുടങ്ങിയത് 3 വർഷം മുമ്പ്. ഓക്കെ, ഈ 3 വർഷം മുമ്പ് ചെയ്തതിന് എങ്ങനെയുണ്ട് റിസൾട്ട്?
റിസൾട്ട് അത്ര വലിയ റിസൾട്ട് കാണുന്നത്. ഞാൻ റിലയൻസ്, ടാറ്റ പവർ അതിലൊക്കെയാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത്. അതിൽ റിസൾട്ട് കാര്യമായിട്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല. അല്ല, ബാങ്കിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കിട്ടുന്നില്ലേ? ഉണ്ട് ഉണ്ട്. നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ സാധാരണ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം ചെയ്യുക. അതിൽ കൂടുതൽ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഓഹരിയിലും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഒരു സുദീർഘമായിട്ടുള്ള കാലം വെച്ചിരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക. അതാണ് ഒരു കാര്യം. വേറെ ചിലർ ചെയ്യാറുള്ളത്, ഇപ്പോൾ ഒരു 10% നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ അത് വിൽക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആ പ്രോഫിറ്റ് തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരും അല്പം കാത്തിരുന്നാൽ മാത്രമേ ഇതെല്ലാം കിട്ടുകയുള്ളൂ. ഇപ്പോൾ പല കമ്പനികളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊക്കെ ഒരു ലോങ് ടേം ഇൻവെസ്റ്ററാണ്. നമ്മുടെ പോർട്ട്ഫോളിയോ എടുത്തു കഴിഞ്ഞാൽ 1000% റിട്ടേൺ കിട്ടിയ ഷെയർസുണ്ട്, 500% കിട്ടിയതുമുണ്ട്, 100% കിട്ടിയതുമുണ്ട്. ഇതെല്ലാം കിട്ടിയിട്ടുള്ളത് സുദീർഘകാലം വെച്ചിരുന്നതിൻ്റെ ഫലമായിട്ടാണ്. അതേ സമയത്ത് ചിലത് നഷ്ടത്തിലും ആയിട്ടുണ്ട്. അത് നഷ്ടം ആയാൽ തന്നെ ആ കമ്പനി കരകയറാനുള്ള സാധ്യതയുണ്ടോ എന്ന് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത്തരം കമ്പനികൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാറും ഉണ്ട്, എന്നെപ്പോലുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ കാണുന്നത് അത് ഒരു ബാലൻസ് ചെയ്യുവാൻ വേണ്ടി ആണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ആവറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രയും ആളുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചില ശ്രദ്ധകൾ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ലാഭമുണ്ടാക്കുവാൻ സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അതിൽ പ്രാവീണ്യം നേടണമെങ്കിൽ ബുക്ക് വായിച്ചാലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ നടത്തിയാലോ ആവില്ല. അതിന് പകരം നമ്മൾ നീന്തം പഠിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങിയേ തീരൂ എന്ന് പറയാറുണ്ട്. എന്നതുപോലെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങി അതിനോടൊപ്പം തന്നെ അതൊന്ന് പഠിക്കാൻ മനസ്സിലാക്കുക, പ്രായോഗികമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലാഭമുണ്ടാക്കുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് ഡൻ അല്ല എന്ന് മനസ്സിലാക്കണം. ഗാംബ്ലിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല എന്ന് മനസ്സിലാക്കണം. അത് നിക്ഷേപിക്കുവാനുള്ള അവസരമാണ്. നിക്ഷേപം നടത്തുവാനാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മാർജിൻ വെച്ചുകൊണ്ടുള്ള ട്രേഡിംഗ് ചെയ്യാൻ വളരെയധികം സൂക്ഷിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഗ്രീഡ് എന്ന് പറയുന്ന ദുസ്വഭാവം നമ്മളിൽ ഉണ്ടായിത്തീരുന്നത്. ഒരു പക്ഷേ ഒരാൾ 1 ലക്ഷം കയ്യിലുണ്ടാകുമ്പോഴേ ആ 1 ലക്ഷം വെച്ച് മാർജിനും വെച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് ആ ദിവസം ഒരു 10% ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ പക്ഷേ നമുക്ക് കയ്യിൽ വരുന്ന ലാഭം വളരെ കൂടുതലായിരിക്കും. ടോട്ടൽ മാർജിനോട് കൂടിയിട്ട് എത്ര ഇൻവെസ്റ്റ് ചെയ്തോ ആ ടോട്ടൽ എമൗണ്ടിൻ്റെ മുകളിലാണ് നമുക്ക് 10% ലാഭം കിട്ടുക. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുകയാണ്. ആ കോൺഫിഡൻസ് വെച്ചുകൊണ്ട് അടുത്ത ദിവസം ഇന്ന് കിട്ടിയ ലാഭവും നമ്മുടെ കയ്യിലുള്ള പൈസയും വെച്ചുകൊണ്ട് വേണമെങ്കിൽ കുറേ കൂടെ മാർജിൻ എടുത്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ ദിവസമാണ് 10% മാർക്കറ്റ് താഴോട്ട് വരുന്നതെങ്കിൽ അതുവരെ ചെയ്തത് മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലുണ്ടാവുന്നത്. അപ്പോൾ ഈ ഗ്രീഡ് എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ ശത്രു, നിക്ഷേപത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഗ്രീഡ് ഉണ്ടാവലാണ്. അത് ഉണ്ടാവരുത്. കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു കമ്പനിയിൽ ഇപ്പൊ 2 lakh ഉണ്ടെങ്കിൽ ഒറ്റ കമ്പനിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്, അതോ പലതിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ? പലതിലും ഇൻവെസ്റ്റ് ചെയ്യലാണ് നല്ലത്. വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുക, അതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ബാലൻസ് ചെയ്തു പോകും. ഇപ്പോൾ IT ഇൻവെസ്റ്റ് ചെയ്യാം, പെട്രോളിയം ഇൻവെസ്റ്റ് ചെയ്യാം,
അതുപോലെ FMCG കമ്പനികളിൽ ചെയ്യാം, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ചെയ്യാം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നന്നായി പെർഫോം ചെയ്യുന്ന കമ്പനികളെ മനസ്സിലാക്കി അതിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ കയ്യിലുള്ളത് മുഴുവൻ ഒന്നിച്ച് നമ്മൾ ഒരു കമ്പനിയിൽ അല്ലെ ഒരു സെക്ടറിൽ കൊണ്ടുപോയി ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഏത് ബ്രാഞ്ച് മുഖേനാണ് ജാസ്മിൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന? ചങ്ങനാശ്ശേരി നാട്ടിലാണ് ചെയ്യുന്നത്. റെസിഡൻ്റ് ആയിട്ടാണോ ചെയ്യുന്നത്? NRI ആയിട്ടാണോ? അതെ. NRI ആയിട്ടാണോ? അല്ല, ഞാൻ ലോക്കൽ, എൻ്റെ ലോക്കൽ അക്കൗണ്ട്. ഓക്കെ. പക്ഷേ NRI ആണെങ്കിൽ, വിദേശത്തുള്ള ആളാണെങ്കിൽ NRI അക്കൗണ്ട് വെക്കാൻ പാടില്ല കേട്ടോ. ഇല്ല, NRI അല്ല, എനിക്ക് ജോലിയില്ല, ഹൗസ് വൈഫാ. ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ NRI. അപ്പൊ ഞാൻ എൻ്റെ ലോക്കൽ അക്കൗണ്ടിൽ നിന്നാ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നാട്ടിലാണോ? ഞാനിവിടെയാ. ഇവിടെ ഇരുന്നിട്ട് നാട്ടില് ചെയ്യുക. നാട്ടിൽ ചെയ്യുമ്പോൾ ജാസ്മിൻ്റെ പേരിലല്ലേ റെസിഡൻ്റ് അക്കൗണ്ട് ഉള്ളത്? അതെ. അത് ഇവിടെ ജീവിക്കുമ്പോൾ യുവർ സ്റ്റാറ്റസ് ഇസ് NRI. NRI നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ എന്നുള്ള സ്റ്റാറ്റസാണ് ഉള്ളത്. ആ സ്റ്റാറ്റസ് ഉള്ളപ്പോൾ ഒരിക്കലും റെസിഡൻ്റ് അക്കൗണ്ട് ഉണ്ടാവാൻ പാടില്ല. ഫെമ അനുസരിച്ച് അത് നിയമവിരുദ്ധമായ കാര്യമാണ്. അതിന് പകരം NRO അക്കൗണ്ട് ആണെങ്കിൽ ബുദ്ധിമുട്ടില്ല. അതിന് പകരം ആ അക്കൗണ്ട് ബാങ്കിനോട് പറയുക NRO ആക്കി മാറ്റാൻ. എന്നതുപോലെ തന്നെ ജിയോജിത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് NRO ആക്കി ഡെപ്പോസിറ്ററി അക്കൗണ്ടും മാറ്റാൻ സാധിക്കും. അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും അതിലുണ്ടാവുന്നില്ല. നിയമാനുസൃതമായിട്ട് ചെയ്യാം. നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം ചെയ്യൽ ഏറ്റവും അപകടമാണ്. പക്ഷെ അവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അക്കൗണ്ട് തുടങ്ങിയപ്പോ അവിടുത്തെ ലോക്കൽ അക്കൗണ്ട് ആണെന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ തന്നെ തുടങ്ങിയത്. അതല്ല, NRI ആയിട്ടുള്ളൊരു വ്യക്തി റെസിഡൻ്റ് അക്കൗണ്ട് വെക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ അക്കൗണ്ട് ബാങ്കിനോട് NRO ആക്കി കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവരത് ചെയ്യും. എന്നതുപോലെ ജിയോജിത്തിനോട് പറയാ ഡിമാറ്റ് അക്കൗണ്ട് ഉള്ളത് അത് NRO സ്റ്റാറ്റസിലേക്ക് മാറ്റാൻ അവർ മാറ്റി തരും. അപ്പോൾ നിയമവിരുദ്ധമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ചെയ്യലാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവിധ അഭിവൃദ്ധിയും അതിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ അഭിവൃദ്ധി ഉണ്ടാവട്ടെ. താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു അനുഭവസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി വിളിച്ചപ്പോഴാണ് അവർ ചെയ്യുന്നതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുന്നത്. അതായത് NRI ആയിട്ടുള്ള ആളുകൾ റെസിഡൻ്റ് അക്കൗണ്ട് വെക്കുന്നത് നിയമവിരുദ്ധമാണ്. പലപ്പോഴും ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അത് ചോദ്യം ചെയ്യപ്പെടുകയും ഫൈൻ അടയ്ക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരിൽ ആരെങ്കിലും ഇവിടെ വിദേശത്ത് ജോലി ചെയ്യുന്ന സമയത്ത് റെസിഡൻ്റ് അക്കൗണ്ട് വെക്കുന്നുണ്ടെങ്കിൽ ബാങ്കിനോട് പറഞ്ഞ് അതിൻ്റെ സ്റ്റാറ്റസ് NRO ആക്കി മാറ്റുക. നാട്ടിൽ നമുക്ക് വല്ല വരുമാനം ഉണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യത്തിന് മാത്രമേ NRO അക്കൗണ്ട് ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ NRI അക്കൗണ്ട് തന്നെയാണ് വേണ്ടത്. നമ്മുടെ സമയം ആയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. സ്ക്രീനിൽ നമ്പറുകൾ കാണിക്കും. ആ നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.